അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, വിശുദ്ധമായ റമദാൻ മാസത്തിൻ്റെ 27-ാം രാത്രി വലിയ പുണ്യമുള്ള രാത്രിയാണ്. പല മഹത്തുക്കളും പറഞ്ഞത് ലൈലത്തുൽ ഖദർ 27-ാം രാത്രിയിലാണ്. അതുമാത്രവുമല്ല, ഈ വർഷം 27-ാം രാത്രി വെള്ളിയാഴ്ച രാത്രിയും കൂടിയാണ്. എന്നാൽ എന്തുകൊണ്ടും ലൈലത്തുൽ ഖദർ ആകാൻ സാധ്യതയുണ്ടെന്ന് പല മഹാന്മാരും വ്യക്തമായി പറഞ്ഞ കാര്യങ്ങളാണ്. അതുകൊണ്ട് ഇന്നത്തെ രാത്രി വലിയ പുണ്യമുള്ള രാത്രിയാണ്. 1000 മാസം അമൽ ചെയ്യുന്നതിനേക്കാളും വളരെ പുണ്യമേറിയ രാത്രി. ലൈലത്തുൽ ഖദ്രി ഖൈറും മിൻ അൽഫി ഷഹർ. 1000 മാസം അമൽ ചെയ്യുന്നതിനേക്കാളും ഈ ഒരൊറ്റ രാത്രിയിൽ അമൽ ചെയ്താൽ പ്രതിഫലം ലഭിക്കുമെന്ന് വിശുദ്ധ ഖുർആനിൽ പറയുകയാണ്. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, ഇന്നത്തെ രാത്രി ഇൻഷാ അല്ലാഹ് നമുക്ക് എല്ലാം കൊണ്ടും ഇബാദത്ത് കൊണ്ട് ധന്യമാക്കാൻ കഴിയണം. ഇന്ന് മഗ്രിബോടുകൂടെ നാം മഗ്രിബ് നമസ്കരിക്കുകയും അതിനുശേഷം ഇശാ മഗ്രിബിൻ്റെ ഇടയിൽ സ്വലാത്തുൽ അവ്വാബീൻ എന്നുള്ള 20 റക്അത്തുള്ള നമസ്കാരങ്ങളുണ്ട്. കഴിയുന്നവരൊക്കെ അത് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. അതുപോലെ ഹദ്ദാദും നിസ്കാരവും തറാവീഹും അതുപോലെ വിത്ർ നമസ്കാരം കഴിയുന്നവരൊക്കെ 11 റക്അത്ത് നമസ്കരിക്കാൻ തയ്യാറാവുക. അതുപോലെ സ്വലാത്തു തസ്ബീഹ്, ഖത്മുൽ ഖുർആൻ, അതുപോലെ അസ്മാഉൽ ഹുസ്ന, അസ്മാഉൽ ബദർ, അങ്ങനെ തുടങ്ങിയ പല കാര്യങ്ങളും നമുക്ക് ചെയ്യാൻ കഴിയും. അതുപോലെ സയ്യിദുന മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് അവിടുത്തെ പ്രിയ പത്നി ചോദിക്കുകയാണ്, യാ റസൂലല്ലാഹ്, ഓ അള്ളാഹുവിൻ്റെ നബിയെ, ലൈലത്തുൽ ഖദർ ആയാൽ ആ രാത്രി എന്ത് ചെയ്യണം, എന്ത് ചൊല്ലണം എന്ന് ചോദിച്ചപ്പോൾ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, ഓ ആയിഷ, ഓ പ്രിയ പത്നിയെ, ആയിഷ ഉമർ റളിയല്ലാഹു അൻഹയെ വിളിച്ചു പറഞ്ഞു, ഖൂലി, ലൈലത്തുൽ ഖദർ ആയാൽ നീ പറയേണ്ടത്, അല്ലാഹുമ്മ ഇന്നക അഫുവുൻ തുഹിബ്ബുൽ അഫ്വ ഫഅഫു അന്നി. അല്ലാഹുവേ, നീ മാപ്പ് ചെയ്യുന്നവനാണ്, അതുപോലെ തുഹിബ്ബുൽ അഫ്വ, മാപ്പ് ചെയ്യലിനെ ഇഷ്ടപ്പെടുന്നവനും കൂടിയാണ്, അതുകൊണ്ട് മാപ്പ് ചെയ്യണേ അല്ലാഹ് എന്നുള്ള ആ ദുആ ധാരാളം ഇങ്ങനെ വർദ്ധിപ്പിക്കുക, ധാരാളം പ്രാവശ്യം പറയുക എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞതാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ട എൻ്റെ കൂട്ടുകാരെ, നമുക്കൊക്കെ ഈ ദിക്ർ ധാരാളം ചെയ്യാൻ കഴിയണം, ധാരാളം ചൊല്ലാൻ കഴിയണം. അതുപോലെ അല്ലാഹുമ്മ അഅ്തിഖ്നി മിനന്നാർ വഅദ്ഖിൽനിൽ ജന്നത യാ റബ്ബൽ ആലമീൻ, ഇതും വർദ്ധിപ്പിക്കുക. അതുപോലെ നമുക്ക് എന്തൊക്കെ നന്മകൾ ചെയ്യാൻ കഴിയുന്നു, സ്വതക്കകൾ വർദ്ധിപ്പിക്കുക, സ്വതക്കകൾ കൊടുക്കുക, മറ്റു കാര്യങ്ങളൊക്കെ ചെയ്യാൻ നാം ശ്രമിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നൽകിയ ഏറ്റവും വലിയ ഔദാര്യമാണിത്, ഏറ്റവും വലിയ നിഅമത്താണിത്, ഫضലാണിത്. അതുകൊണ്ട് നമുക്ക് കിട്ടിയ ഏറ്റവും വലിയ ഒരു സൗഭാഗ്യം അത് നാം വെറുതെ കളയാതെ നല്ലതുപോലെ അമൽ ചെയ്യാൻ നാം ശ്രമിക്കണം. അതുപോലെ നമ്മുടെ പാവപ്പെട്ട സുഹൃത്തുക്കളായ ഫലസ്തീനിലെ, ഗസയിലെ മുഅ്മിനീങ്ങൾക്ക് വേണ്ടി ദുആ ചെയ്യണം. അവർ വല്ലാത്ത വിഷമിക്കുകയാണ്, പ്രയാസപ്പെടുകയാണ്. അവർക്ക് വേണ്ടിയും ദുആ ചെയ്യാൻ നാം തയ്യാറാകണം. അതുപോലെ നമ്മളെ കൂട്ടുകുടുംബങ്ങൾക്ക് വേണ്ടി നമ്മൾ ദുആ ചെയ്യുക, പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ദുആ ചെയ്യുക. അതോടുകൂടെ നാം ഒരു കാര്യം മനസ്സിലാക്കണം, പരസ്പരം തെറ്റി നിൽക്കുകയാണെങ്കിൽ ഒരിക്കലും നമ്മുടെ ദുആനെ അല്ലാഹു സ്വീകരിക്കൂല, ലൈലത്തുൽ ഖദറിൻ്റെ രാത്രിയിൽ പോലും സ്വീകരിക്കൂല എന്നാണ്. അതുകൊണ്ട് പരസ്പരം തെറ്റിയവർ നമ്മൾ ശരിയാവുക. അതുപോലെ മാതാപിതാക്കളെ പൊരുത്തം വാങ്ങിക്കുക. ഒരിക്കലും മാതാപിതാക്കളെ ആക്രമിക്കാനോ അവരെ ചീത്ത പറയാനോ അവരെ ബുദ്ധിമുട്ടിക്കാനോ പാടില്ല. അങ്ങനെയുള്ളവർക്കൊക്കെ ഈ ലൈലത്തുൽ ഖദറിൻ്റെ പ്രാവീണ്യം കിട്ടൂല എന്നാണ്. അതുകൊണ്ട് അതൊക്കെ നാം നമ്മുടെ മാതാപിതാക്കളോട് സ്നേഹപൂർവ്വം പെരുമാറുകയും അതുപോലെ തെറ്റിയവരോട്, പിണങ്ങിയവരോട് നന്നായും കൊണ്ട് നല്ല രൂപത്തിൽ സംസാരിക്കുകയും നല്ല രൂപത്തിൽ ജീവിക്കാൻ ശ്രമിക്കണം. അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ.